സൗദിയിൽ ബിനാമി ബിസിനസ്സിന് വിലങ്ങിടാൻ വൻതുക പിഴ ഏർപ്പെടുത്തുന്നു. നിയമലംഘകർക്ക് ശിക്ഷയും പിഴയും ഉടൻ പ്രഖ്യാപിക്കുന്നതിന് അധികാരമുള്ള പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് നിർദ്ദേശം. ബിനാമി കേസ് പ്രതികൾക്ക് പിടികൂടുന്ന ഉടനെ പിഴ ചുമത്തണമെന്ന നിർദ്ദേശം ഷൂറ കൗൺസിലാണ് മുന്നോട്ട് വെച്ചത്. നടപ്പിലായാൽ പ്രതികൾക്ക് 10 ലക്ഷം റിയാൽ വരെ പിഴയും 2 വർഷം വരെ തടവുമാണ് ശിക്ഷ. ബിനാമി വിരുദ്ധ നിയമം ഫലപ്രദമാക്കുന്നതിനുള്ള ഭേദഗതികളാണ് ഷൂറ കൗൺസിൽ പഠിക്കുന്നത്. നിയമം ഫലപ്രദമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കഴിയുന്നില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. നിയമലംഘകർക്ക് ശിക്ഷയും പിഴയും ഉടൻ പ്രഖ്യാപിക്കുന്നതിന് അധികാരമുള്ള പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് നിർദ്ദേശം. ബിനാമി ബിസിനസ്സും ചില മേഖലകളിലെ വിദേശീയാധിപത്യവുമാണ് സ്വദേശി തൊഴിലില്ലായ്മ വർദ്ധിക്കാൻ കാരണമെന്ന് വിലയിരുത്തിയാണ് നടപടി. നിലവിൽ ബിനാമി കേസുകളിലെ അന്വേഷണ ചുമതല പബ്ലിക് പ്രോസിക്യൂഷനാണ്. ഇത് കോടതികൾക്കും പബ്ലിക് പ്രോസിക്യൂഷനും അധിക ഭാരമുണ്ടാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ഇതിനു പകരം നിയമലംഘകർക്ക് തൽക്ഷണം പിഴ ചുമത്തുന്ന രീതിയാണ് കൂടുതൽ അനുയോജ്യമെന്ന് ഷൂറ കൗൺസിലിലെ സാമ്പത്തിക കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ കമ്മിറ്റിക്ക് മുന്നിലെത്തുന്ന നിയമലംഘകർക്ക് തടവ് ശിക്ഷ നൽകുന്നതിനാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നിയാൽ അത്തരം കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷൻ കൈമാറണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ബിനാമി കേസ് പ്രതികൾക്ക് 10 ലക്ഷം റിയാൽ വരെ പിഴയും 2 വർഷം വരെ തടവുമാണ് ശിക്ഷ. ബിനാമി സ്ഥാപനങ്ങൾ നടത്തുന്ന വിദേശികൾക്കും ഒത്താശ ചെയ്യുന്ന സൗദികൾക്കും ഒരുപോലെ ശിക്ഷ ലഭിക്കും. നിയമലംഘകരായ വിദേശികളെ നാടുകടത്താനും നിർദ്ദേശമുണ്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.